മൈ നെയിം ഈസ് ബോണ്ട്, ജെയിംസ് ബോണ്ട്. സിനിമാ സ്ക്രീനിൽ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തി നമുക്ക് മുന്നിലെത്തുന്ന ബ്രിട്ടീഷ് സീക്രട്ട് ഏജന്റ് സാക്ഷാൽ ജെയിംസ് ബോണ്ട്. മറക്കാൻ പറ്റുമോ അല്ലേ? സിനിമ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ, ഒന്നും വേണ്ട, സിനിമ ഒട്ടും ശ്രദ്ധിക്കാത്തവർക്കിടയിൽ പോലും ജെയിംസ് ബോണ്ട് ഫെമിലിയറാണ്. ഇപ്പം ഡാനിയൽ ക്രെയ്ഗ് ബോണ്ട് സിറ്റിൽ നിന്നും പടിയിറങ്ങുകയാണ്. സോ ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ബോണ്ട് എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഏറ്റവും കൂടുതലുള്ളത്. എങ്കിലും ആക്ച്വലി ഈ കഥാപാത്രത്തെക്കുറിച്ച് പല അവ്യക്തതകളും നമുക്കുണ്ടാകും അല്ലേ? ആരാണ് ഈ ജെയിംസ് ബോണ്ട്? ഹോളിവുഡിൽ തന്നെ ദ മോസ്റ്റ് ഐക്കോണിക് ക്യാരക്ടറുകളിലൊന്നായി ജെയിംസ് ബോണ്ട് എങ്ങനെ മാറി? എന്താണ് ജെയിംസ് ബോണ്ടിൻ്റെ സ്റ്റോറി? 5 പോയിന്റിൽ പെട്ടെന്ന് നോക്കിയാലോ? വെൽക്കം സ്റ്റോറി പോയിന്റ് 5. ആയിരത്തി 1939 ഇയാൻ ഫ്ലെമിംഗ് എന്ന ചെറുപ്പക്കാരൻ റോയൽ ബ്രിട്ടീഷ് നേവിയിൽ ജോയിൻ ചെയ്യുന്നതോടെയാണ് എല്ലാം തുടങ്ങുന്നത്. സംഭവബഹുലമായ തൻ്റെ കരിയർ ലൈഫ് അവസാനിച്ചപ്പോഴാണ് ആ കഥയൊക്കെ ഒരു നോവൽ രൂപത്തിൽ പുറത്തിറക്കിയാലോ എന്നൊരു ആലോചന അദ്ദേഹത്തിന് തോന്നുന്നത്. ആദ്യം ജെയിംസ് ബോണ്ട് എന്ന പേരിൽ നോവലുകൾ എഴുതാം എന്ന് തീരുമാനിച്ചു. പിന്നെ ആ പ്ലാൻ ഇയാൻ ഫ്ലെമിംഗ് അങ്ങ് മാറ്റി. തൻ്റെ പല പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരു ക്യാരക്ടറിൽ അങ്ങ് ആവാഹിച്ച് ഒരു ബ്രിട്ടീഷ് സീക്രട്ട് ഏജൻറ്റിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ 1952 ആദ്യ ബോണ്ട് നോവലായ കസിനോ റോയൽ ഫ്ലെമിംഗ് പുറത്തിറക്കുന്നു. ശേഷം 12 നോവലുകളും 2 ഷോർട്ട് സ്റ്റോറികളും ബോണ്ട് സീരീസിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രഹസ്യ ചാരനാണ് ജെയിംസ് ബോണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായി ചാരപ്രവൃത്തി നടത്തുന്ന സ്മാർട്ടായ, ആക്റ്റീവായ, മോസ്റ്റ് ഡേഞ്ചറസ് സ്പൈ. ആൻഡ് യു നോ, ഹി ഓൾസോ ഹാവ് ദ ലൈസൻസ് ടു കിൽ. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം, പക്ഷേ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഹോളിവുഡ് ക്യാരക്ടറുകളിലൊന്നായി ഏജന്റ് 007 മാറി. ബോണ്ട്, ജെയിംസ് ബോണ്ട്. 1962 ജെയിംസ് ബോണ്ട് സീരീസിലെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. ലോകപ്രശസ്ത സംവിധായകൻ സാം മെൻഡിസിൻ്റെ ഡോക്ടർ നോ. അതോടെ 2 പേരുകൾ ഹോളിവുഡിൻ്റെ മെയിൻ സ്ട്രീമിൽ പോപ്പുലറായി. ഒന്ന് ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടറായ ജെയിംസ് ബോണ്ട്. 2 ഷോൺ കോണറി എന്ന അതുല്യ നടൻ. സിനിമ സ്വപ്നം കണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് സ്ട്രഗിൾ ചെയ്ത് ഫെയിമിൻ്റെ പീക്കിലെത്തിയ വ്യക്തിയാണ് ഷോൺ കോണറി. 62 ആദ്യമായി പുറത്തിറങ്ങിയ ബോണ്ട് സിനിമ ലോക ശ്രദ്ധ നേടി. ശേഷം തുടർച്ചയായ 5 വർഷങ്ങളിൽ ഷോൺ ജെയിംസ് ബോണ്ടിൻ്റെ വേഷമിട്ടു. ഫ്രം റഷ്യ വിത്ത് ലവ്, ഗോൾഡ് ഫിംഗർ, തണ്ടർ ബോൾ, പിന്നീട് 4 വർഷത്തിന് ശേഷം 1972 ഡയമണ്ട്സ് ആർ ഫോർ എവർ. ബോണ്ട് സീരീസിലെ 25ാം സിനിമയായ നോ ടൈം ടു ഡൈയിൽ എത്തി നിൽക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മൂവി സീരീസിൻ്റെ ആരംഭം. ബോണ്ടാണ് തന്നെ സൂപ്പർ ഹീറോ ആക്കിയതെങ്കിലും ആ കഥാപാത്രത്തെ കോണറിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ബോണ്ടിനെ എനിക്ക് വെറുപ്പാണ്, പലപ്പോഴും അവനെ കൊല്ലാൻ പോലും തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ചെയിൻ സ്മോക്കറായ, ലീക്കർ അഡിക്റ്റായ, കൊല്ലാൻ സ്പെഷ്യൽ പെർമിഷൻ ലഭിച്ചിട്ടുള്ള സീക്രട്ട് ഏജന്റ്. ഇന്നഡത്തിലേക്ക് പോകുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ആനച്ചന്തമൊന്നും ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിന് ഉണ്ടായില്ല. ഒരുപാട് ക്രിറ്റിസിസംസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്യാരക്ടറാണ് ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട് ക്യാരക്ടർ തുടക്കകാലത്ത് ഒരു റേപ്പിസ്റ്റ് ആയിരുന്നു എന്ന് നോ ടൈം ടു ഡൈ എന്ന ഏറ്റവും പുതിയ ബോണ്ട് സിനിമയുടെ സംവിധായകൻ കാരി ജോർജി ഫുക്കുനാഗ വരെ പറഞ്ഞിട്ടുണ്ട്. ഇയാൻ ഫ്ലെമിംഗ് ബോണ്ട് എന്ന കഥാപാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ്സ് മാത്രമല്ല, തനിക്കുള്ള എല്ലാ നെഗറ്റീവ്സുമുള്ള ഒരു സീക്രട്ട് ഏജന്റാണ് ജെയിംസ് ബോണ്ട് എന്ന് ദ ക്രിയേറ്റർ ഹിംസെൽഫ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷോൺ കോണറിയിൽ നിന്നും തുടങ്ങി ഡാനിയൽ ക്രേഗിൽ എത്തി നിൽക്കുമ്പോൾ 1/2 ഡസനിൽ കൂടുതൽ താരങ്ങളാണ് ജെയിംസ് ബോണ്ടായി വെള്ളിത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഷോൺ കോണറിക്ക് ശേഷം ഡേവിഡ് നിവൻ, ജോർജ് ലാസൻബൈ, റോജർ മൂർ, ടിമോത്തി ഡാൽട്ടൺ, പിയോസ് ബോസ്നൻ, പിന്നെ ഇപ്പോഴത്തെ ഡാനിയൽ ക്രേഗും. ഇത്രയും പേര് ബോണ്ടായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ദ ഫസ്റ്റ് ബോണ്ട് ഷോൺ കോണറി തന്നെയാണ് ദ ബെസ്റ്റായി കരുതപ്പെടുന്നത്. ആക്ച്വലി ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് കിടക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ബോണ്ട് മൂവീസും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ബോണ്ട് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്ന ചിത്രം പിയേഴ്സ് ബോസ്നനാണ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ മാറും, പക്ഷേ ജെയിംസ് ബോണ്ട് റിമെയിൻസ് ദ സെയിം. അച്ഛനും അമ്മയും മരിച്ച ശേഷം ചെറുപ്പത്തിൽ തന്നെ ജെയിംസ് ബോണ്ട് തൻ്റെ ആൻറ്റിയായ ചാർമൈൻ ബോണ്ടിനൊപ്പം ശിഷ്ടകാലം ജീവിക്കാനായി പോവുകയാണ്. അവിടെ വച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏജന്റ് 007 ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബോണ്ട് റോയൽ നേവിയിൽ ജോയിൻ ചെയ്യുന്നു. തൻ്റെ അസാമാന്യ കഴിവുകൾ കൊണ്ട് ബോണ്ട് പെട്ടെന്ന് തന്നെ കമാൻഡറായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്.
സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ബോണ്ട് സീക്രട്ട് സർവീസിൽ ജോയിൻ ചെയ്യുന്നത്. തുടക്കകാലത്ത് ഏജന്റ് 00 ആവാനായി തൻ്റെ ശത്രുക്കളായ 2 ഏജന്റുമാരെ അയാൾ കൊല്ലുക പോലും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ദ കോൾഡ് ബ്ലഡഡ് ഏജന്റ് ജെയിംസ് ബോണ്ട് ജനിക്കുന്നത്. കസിനോ റോയൽ എന്ന ബോണ്ട് സിനിമയിൽ ഈ സ്റ്റോറിയുടെ ഒരു സ്ലൈറ്റ് അഡാപ്ഷൻ ഉണ്ട്. മൊത്തം 25 ചിത്രങ്ങളാണ് ജെയിംസ് ബോണ്ട് സീരീസിലുള്ളത്. ഡാനിയൽ ക്രേഗിന് ശേഷം ഇദ്രീസ് എൽബ, റിസ് അഹമ്മദ്, റിച്ചാർഡ് മാഡൻ, സിലിയൻ മർഫി, ടോം ഹാർഡി തുടങ്ങി സിൽവർ സ്ക്രീനിൽ ആറ്റിറ്റ്യൂഡ് കൊണ്ട് അമ്മാനമാടിയ നിരവധി പേർ ബോണ്ടാവാനുള്ള ആ പ്രെഡിക്റ്റഡ് ലിസ്റ്റിലുണ്ട്. സോ ആരാകും പുതിയ ബോണ്ട്? ഇനിയുള്ള കാലങ്ങളിൽ എന്തൊക്കെ മാജിക്സ് ആയിരിക്കും ബോണ്ട് സിനിമ പ്രേക്ഷകർക്കായി കാത്തുവച്ചിട്ടുണ്ടാകുക? എനിത്തിങ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഹിസ് നെയിം ഈസ് ജെയിംസ് ബോണ്ട്.